18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും ലാലേട്ടനും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ. മഹേഷ് നാരായണൻ ഒരുക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ വലിയ ഒരു രീതിയിലുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം തന്നെ മലയാള സിനിമയിൽ ചർച്ചയായിട്ട് മാറിയ ചിത്രമാണ് പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൻ്റെതായിട്ട് പുറത്തുനിന്ന ഓരോ സ്റ്റേജസിനും ഫോട്ടോയ്ക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനെല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു ശ്രദ്ധ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ചിത്രത്തിനായിട്ട് കാത്തിരുന്ന സിനിമാ പ്രേമികൾക്ക് ഒരു നിരാശാജനകമായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. ചിത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ മലയാള സിനിമകൾക്ക് ആദ്യ ആഴ്ചയിൽ 60%, രണ്ടാം ആഴ്ചയിൽ 50 മുതൽ 55% നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്ന വിഹിതം. എന്നാൽ പാട്രിയോട്ടിന്റെ നിർമ്മാതാക്കളായിട്ടുള്ള ആൻഡോ ജോസഫ് ഫിലിം കമ്പനി ആദ്യ രണ്ടാഴ്ചകളും 60% വിഹിതം വേണമെന്നാണ് നിബന്ധന മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ പുതിയ കരാർ അംഗീകരിക്കാനാവില്ലെന്നും ഇത് തിയേറ്റർ ഉടമകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നാണ് ഫിയോക്കിന്റെ നിലപാട്. അത്യന്തം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വലിയ ബിഗ് ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന ചിത്രമാണ് പാട്രിയോട്ട്. വൻ തുക മുടക്കി നിർമ്മിക്കുന്ന ഇത്തരം ചിത്രങ്ങൾക്ക് ലാഭകരമാകണമെങ്കിൽ ആദ്യ ആഴ്ചകളിൽ കൂടുതൽ വിഹിതം അനിവാര്യമാണെന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നും അറിയാൻ സാധിക്കുന്നത്. എന്നാൽ സംഘടന എന്ന നിലയിൽ ഔദ്യോഗികമായി തങ്ങൾക്ക് ഇത്തരമൊരു വിലക്കിന്റെ വിവരം ലഭിച്ചിട്ടില്ലെന്നാണ് നിർമ്മാതാക്കളുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ചിത്രം റിലീസിനെത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഏപ്രിൽ മാസം 23-നായിരുന്നു. കേരളത്തിലെ സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകൾ ഉൾപ്പെടെ 400ഓളം സ്ക്രീനുകൾ ഫിയോക്കിന്റെ കീഴിലുണ്ട്. വിലക്ക് നിലനിൽക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ പ്രദർശനം വലിയ രീതിയിൽ പ്രതിസന്ധികളാകും. എന്തൊക്കെയാണ് മമ്മൂട്ടി ലാലേട്ടനും ഒന്നിക്കുന്ന ചിത്രത്തിൽ വമ്പൻ താരനിര തന്നെയുണ്ട്. കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും നയൻതാരയ്ക്കൊപ്പം തന്നെ വലിയ താരനിരയിലെത്തുന്ന ചിത്രം വലിയൊരു 100 കോടിയോളം അടുത്ത ബഡ്ജറ്റിലാണ് കണക്കാക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കുക. ഏപ്രിൽ 23-ന് ചിത്രം തിയേറ്ററിലോട്ട് എത്തുമെന്നും ചിത്രത്തിന്റെ ട്രെയിലറിനൊക്കെ ആയിട്ട്. അപ്പം നിങ്ങൾ എത്ര പേരാണ് ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്ന പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.